നല്ല രീതിയിൽ നമുക്കത് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും നമുക്കത് നമ്മുടെ ചെയർമാനെ കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് പഠനോപകരണ വിതരണം നമ്മൾ ഈ പ്രോഗ്രാം നടത്തിയിരുന്നതാണ്. അപ്പം നമുക്ക് ഇന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും വിപുലമായ രീതിയിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതിലേക്ക് നമ്മുടെ ഒത്തുവരികയും ചെയ്തിരുന്നു. അപ്പൊ ഈ വർഷം കുറച്ചുകൂടി വിപുലമായ രീതിയിൽ ചെയ്യാൻ വെച്ചാൽ നമ്മളാൽ കഴിയുന്ന തലത്തിൽ നമ്മുടെ വാർഡ് തലത്തിൽ എടുത്തതും പാർട്ടി നേതൃത്വത്തെയൊക്കെ അറിയിച്ചതും ചെയർമാനെ അറിയിച്ചതും ഒക്കെ. അപ്പം നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ ഈ വാർഡ് തലത്തിലുള്ള തൊട്ടടുത്ത വാർഡിലുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള അവരെല്ലാം നമ്മൾ ഇതിന്റെ ഭാഗമാക്കി ഇതിൽ എല്ലാവർക്കും അർഹതപ്പെട്ട കുട്ടികൾക്കുള്ള എല്ലാം നമ്മളിത് നമ്മുടെ ചെയർമാൻ തന്നെ ഇത് കൊടുക്കണമെന്നുള്ള ആഗ്രഹം വാർഡിലെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് അത് അറിയിച്ചു. അദ്ദേഹം കൃത്യം അടുത്തതായി പത്തനാപുരം രക്ഷിതാവിന് പലപ്പോഴും ഇതെല്ലാം അവർ ആഗ്രഹിക്കുന്ന എല്ലാം വാങ്ങി കൊടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിലല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ കുഞ്ഞുങ്ങളുടെ ആഗ്രഹപ്രകാരം അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം മറ്റു കുട്ടികളോട് യാതൊരു തരത്തിലും പുറകോട്ട് നിൽക്കാതെ കുഞ്ഞിന് നല്ല സാധനങ്ങളുമായി അവൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവൾ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് സ്കൂളിൽ പോകാൻ കഴിയുമ്പോൾ അവർക്ക് അവിടെ ചെല്ലുമ്പോൾ മറ്റു കുട്ടികളുടെ മുമ്പിൽ അഭിമാനത്തോടെ നിന്ന് പഠിക്കാൻ കഴിയും. കാരണം നമ്മുടെ സ്കൂളുകളിൽ തന്നെ യൂണിഫോം ഏർപ്പെടുത്തിയത് എന്തിനാണ്? പാവപ്പെട്ടവരെയും പണക്കാരെയും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ്. എല്ലാവരും ഒരേ യൂണിഫോം അണിഞ്ഞു വരുമ്പോൾ എല്ലാവരും തുല്യരാണ് എന്ന ചിന്തയാണ്. നമ്മുടെ ലോകത്ത് ഈ സോഷ്യലിസം അവശേഷിക്കുന്ന ഒരു സ്ഥലം, ജാതിയില്ലാത്ത, മതമില്ലാത്ത, വലിയവനും ചെറിയവനും ഇല്ലാത്ത ഒരു സ്ഥലം എന്ന് പറയുന്ന ക്ലാസ് മുറിയാണ്. ആ ക്ലാസ് മുറിയിലെ ബെഞ്ചിൽ അടുത്തിരിക്കുന്നവർ നമ്മുടെ ജാതി ഭേദങ്ങളില്ല. നമ്മൾ പലപ്പോഴും മറ്റൊരുതെല്ലാം ഇതെല്ലാം കണ്ടാൽ അവിടെ മാത്രം കാണാറില്ല. ഇതുവരെ വന്നെത്താത്ത ഒരു സ്ഥലം സ്കൂളിൻ്റെ ക്ലാസ് മുറിയാണ്. അവിടെ രാഷ്ട്രീയമില്ല, അവിടെ ജാതിയില്ല, അവിടെ മതമില്ല. പരസ്പര സ്നേഹത്തോടെ ഇണങ്ങിയും പിണങ്ങിയും കഴിയുന്ന കുഞ്ഞു മക്കളാണ് ഒരു ക്ലാസ് മുറിയിലിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മനോഹരമായ കാഴ്ചയിൽ വലിയ വീട്ടിലെ കുട്ടി, പണമുള്ള വീട്ടിലെ കുട്ടി, പണമില്ലാത്ത വീട്ടിലെ കുട്ടി എന്ന് വേർതിരിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ യൂണിഫോം ഏർപ്പെടുത്തിയത്. അപ്പോൾ അത് യൂണിഫോം ഏർപ്പെടുത്തുമ്പോൾ പിന്നെയും ചില മാറ്റങ്ങളുണ്ട്. അത് പരിഹരിക്കാണ് ശ്രീ രായൻ മണിക്കരുടെ നേതൃത്വത്തിൽ ഇവിടെ ശ്രമിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ബാഗും നല്ല ഉപകരണങ്ങളും ഒക്കെ ആയിട്ട് സ്കൂളിൽ പോകാനും അഭിമാനത്തോടെ മറ്റു കുട്ടികളോട് രായൻ മണിക്കർ ഇത്തരം കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വളരെ നല്ല മനസ്സ് കാണിക്കുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പാർട്ടിയുടെ ഒരു നേതാവെന്ന നിലയിൽ എനിക്ക് അഭിമാനവും സന്തോഷവുമുണ്ട്. ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഇതൊരവസരമാകട്ടെ. അവരുടെ സന്തോഷമാണ്, അവരുടെ മുഖത്ത് വിരിയുന്ന സന്തോഷമാണ് നമ്മുടെ ഓരോരുത്തരുടെയും സന്തോഷം എന്ന് ഞാൻ ഓർക്കുകയാണ്. രക്ഷിതാക്കൾക്ക് മാത്രമല്ല, സമീപവാസികളായ നമ്മുടെയും മനസ്സിലെ സന്തോഷം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആഹ്ലാദത്തോടെ സുരക്ഷിതരായി സ്കൂളിൽ പോയി നന്നായി മിടുക്കരായി പഠിച്ചു വരുന്ന കാഴ്ചകൾ കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാ വിഷയത്തിലും നല്ല മാർക്കുകൾ വാങ്ങി ജയിച്ച് കുഞ്ഞുങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് ഇനിയും ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ രായൻ പണിക്കർക്കും ടീമിനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം ദൈവനാമത്തിൽ നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്. അടുത്തായിട്ട് ആരുഷ് ഇമാപിള്ള ഇന്ദുമതി ഇലക്കിയ ശ്രീഹരി അടുത്ത രജിത്ത് ഇത് അക്ഷര
സുൽത്താൻ സുൽത്താൻ ഓക്കെ.